എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എടുത്ത വീഡിയോ ആണിത്. എൻ്റെ ബർത്ത്ഡേ ജൂലൈയിലായിരുന്നു. അന്ന് എടുത്ത് വെച്ച വീഡിയോ ആണ്. പക്ഷേ എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ബർത്ത്ഡേക്ക് ഡിന്നറിന് പോയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡിന്നർ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വരുമ്പം എനിക്ക് വീട്ടിലൊരു കുട്ടി സർപ്രൈസ് എൻ്റെ അനിയനും ഹസ്ബൻഡും എൻ്റെ സിസ്റ്ററും അവളുടെ ഹസ്ബൻഡും ഒക്കെ കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നുമല്ല, ചെറുതായിട്ട് അവർ കുറച്ച് ബലൂണൊക്കെ മേടിച്ച് അതൊക്കെ വീർപ്പിച്ചിട്ട് പിന്നെ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡെക്കറേഷനും ഈ കാണുന്ന ബലൂൺ മുഴുവൻ ഊതി വീർപ്പിച്ചിട്ടുള്ളത് എൻ്റെ അനിയൻ ഒറ്റ ഒരാളാണ്. ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് നെക്സ്റ്റ് ഡേ അവർ വരുമായിരിക്കും, എല്ലാവരും കൂടെ കഴിക്കാൻ പോകാമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ കയറി ചെന്നപ്പം ഞാൻ ശരിക്കും ഞെട്ടി. അത് അവനാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ ഞെട്ടിപ്പോയി. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എൻ്റെ ബർത്ത്ഡേ അന്ന് സെലിബ്രേറ്റ് ചെയ്തു. ഇന്നെൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് വേണ്ടി സ്പെഷ്യൽ ലഞ്ച് വീട്ടിലാണ് കുക്ക് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡും എൻ്റെ ബ്രദർ ഇൻ ലോയും കൂടിയിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അവർ സ്പെഷ്യലായിട്ട് കിച്ചണിൽ കയറിയിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, അവരെ ഞാൻ സ്ഥിരമായിട്ട് കിച്ചണിൽ കയറ്റാറുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് എല്ലാത്തിനും ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പുള്ളിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. അപ്പം നമുക്ക് അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കാം. പ്രോൺസ് കഴുകി ഭയങ്കരമായിട്ട് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അതാണ് ഒരാൾ ചെയ്യുന്നത്. മറ്റേ ആൾ ചെയ്യുന്നത് സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബ്രദർ ഇവിടെ അവർക്കുള്ള ജ്യൂസ് എടുത്തോണ്ടിരിക്കുകയാണ്. ബിക്കോസ് അവന് തലവേദന എടുക്കുമെന്നാണ് പറഞ്ഞത്. ഇവര് പാത്രം എടുക്കുന്നതിനും കത്തി എടുക്കുന്നതിനും എല്ലാത്തിനും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഭയങ്കരമായിട്ടുള്ള ഡിസ്കഷനാണ് നടക്കുന്നത്. എന്താണ് അറിയില്ല. ഏതോ ഒരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് കുക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഏത് യൂട്യൂബ് ചാനൽ നോക്കിയാണ് കുക്ക് ചെയ്യുന്നത്? ഷാൻജിയോ ആണ്. ഞാനും ഫോളോ ചെയ്യുന്നൊരു പേജാണ്. നല്ല വൃത്തിക്ക് ആള് എന്താ കുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു തരും. വലിച്ചു നീട്ടൊന്നുമില്ല. 5 മിനിറ്റിലെ കാര്യം റെഡിയാണ്. അപ്പം ഇതാ ഫെബിൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൗണ്ടില്ല. ഇന്നലെ ഇവിടെ മുഴുവൻ ബലൂൺ വീർപ്പിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ പണിയെടുക്കാതെ നിൽക്കുന്നതാണ് എൻ്റെ അനിയൻ. ഓക്കെ, യെസ്, ഷാൻജിയോനെ ഫോളോ ചെയ്തുകൊണ്ട് ഷാൻജിയോ പറയുന്ന ഒരു വാക്ക് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിക്കില്ല. അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡ് കുക്ക് ചെയ്യാറുള്ളത്. ലൈക്ക് ഷാൻജിയോ പറയാണ് 1 സ്പൂണും ലൈക്ക് 1.25 ടീസ്പൂണിലൊക്കെ പറഞ്ഞാൽ എക്സാക്റ്റ് 1.25 ടീസ്പൂണേ ഇടുള്ളൂ. നമ്മളപ്പം സവാള അരിഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, കുക്കിങ്ങിൻ്റെ തിരക്കായതുകൊണ്ട്. ഇപ്പം നമ്മളുടെ പ്രോൺസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ അവർ ദം ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് നിങ്ങളുടെ ബിരിയാണി? സ്വയം പറയുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പം ഇവർ പ്രിപ്പയർ ചെയ്ത പ്രോൺസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പ്രോൺസ് ബിരിയാണി ഉണ്ട്, സലാഡുണ്ട്, അച്ചാറുണ്ട്. ഓക്കെ, അപ്പം അവർ പ്രിപ്പയർ ചെയ്ത പ്രോൺസ് ബിരിയാണി റെഡിയാണ്. ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. ആദ്യം ഇച്ചിരി കഴിച്ചു നോക്കാം, എന്നിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. സലാഡൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. ഞാൻ വെക്കുന്നത് ഇതിനും ടേസ്റ്റാണ്. പിന്നെ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. അവരുടെ അറ്റംപ്റ്റ് എന്തായാലും കൊള്ളായിരുന്നു. എൻ്റെ അനിയത്തി ഓഫീസിൽ പോയതുകൊണ്ടാണ് അവളെ വീഡിയോയിൽ കാണാത്തത്. ഈവനിങ് എനിക്ക് ഒരു സർപ്രൈസും കൂടെ കിട്ടി. ഞങ്ങൾ എൻ്റെ ബ്രദർ ഇൻ ലോനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോയി തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് മുഴുവൻ വീട്ടിലുണ്ട്. ഞാൻ അവർ വരുന്നത് തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവരും കുര്യനും കൂടെ പ്ലാൻ ചെയ്തതാണത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ എല്ലാ വീക്കെൻഡും കാണുന്നവരാണ്, എന്നാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ കാണുമ്പോൾ അതിനൊരു ഇരട്ടി മധുരമാണ്. അപ്പോൾ അവരൊരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ കേക്ക് ഞങ്ങൾ കട്ട് ചെയ്തു. അന്നത്തെ ദിവസം അവർ വീട്ടിലാണ് സ്റ്റേ ചെയ്തത്. ഞങ്ങളെല്ലാവരും കൂടെ അന്ന് എൻജോയ് ചെയ്തു.
എല്ലാ തവണത്തെ പോലെ എൻ്റെ ഇത്തവണത്തെ ബർത്ത്ഡേയും ഞാൻ ഒരുപാട് സന്തോഷമായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത്. എൻ്റെ പാരൻസ് നാട്ടിലാണെന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ സിബ്ലിങ്സും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിനോട് ഞാൻ നന്ദി പറയാണ് എൻ്റെ ജീവിതത്തിൽ ഈ വർഷവും സമാധാനവും സന്തോഷവും ഇതുപോലെ നല്ല ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ തന്നതിന്. അപ്പോൾ അതായിരുന്നു എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. താങ്ക് യു എവറി വൺ ഫോർ വാച്ചിങ് മൈ വീഡിയോ.